നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രഞ്ജിനിയെയും ഇരട്ട കുഞ്ഞുങ്ങളെയും കൊലപ്പെടുത്തിയ സൈനികരായിരുന്ന ദിവിൽ കുമാറിനെയും രാജേഷിനെ പിടികൂടിയ നിമിഷം പൊട്ടിക്കരയുകയായിരുന്നു രഞ്ജിനിയുടെ അമ്മ ശാന്തമ്മ. എനിക്കിനി കണ്ണടച്ചാലും വേണ്ടില്ല, ഇങ്ങനെയൊരു അവസരത്തിന് വേണ്ടിയാണ് ഇത്രയും നാൾ ഞാൻ ജീവിച്ചിരുന്നത്. ഇത്രയും നാൾ അവർ സുഖിച്ചു കഴിഞ്ഞു. അവരെ ഇനി ജീവിക്കാൻ അനുവദിക്കണോ? വധശിക്ഷ നൽകണം. ഇത്രയും വർഷം കരഞ്ഞും സഹിച്ചും അമ്പലം തോറും നടന്ന് ഞാൻ തള്ളി നീക്കി. അവർക്ക് ശിക്ഷ കിട്ടിയാലേ എന്റെ കുഞ്ഞുങ്ങളുടെ ആത്മാവിന് ശാന്തി ലഭിക്കുന്നുവെന്ന് അവർ കണ്ണീരോടെ പറഞ്ഞു. കൊലപാതകം അവർ മാത്രമാണ് നടത്തിയതെന്ന് കരുതുന്നില്ല. കൊലപാതകത്തിന് കൂട്ടുനിന്ന വേറെയും ആൾക്കാരുണ്ട്. ബന്ധുക്കളും അല്ലാത്തവരും പങ്കാളികളാണ്. കൊലപാതകം നടന്ന ദിവസം ഞാൻ ജീപ്പ് കയറാൻ നിന്നപ്പോൾ വീടിന് സമീപം ഒരാൾ നിൽക്കുന്നത് കണ്ടിരുന്നു. അവർ എന്നെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. രഞ്ജിനി ആശുപത്രിയിൽ പ്രസവിച്ചു കിടക്കുന്ന സമയത്ത് അവനെ ഞാൻ അവിടെ കണ്ടിരുന്നു. അന്ന് അയൽക്കാരനെന്ന് പറഞ്ഞ് രാജേഷ് പരിചയപ്പെടുത്തിയത് ഓർമ്മയുണ്ട് എന്നും ശാന്തമ്മ പറഞ്ഞു. ഗൂഢാലോചന നടത്തിയാണ് കൊലപാതകം നടത്തിയത്. 3 ജീവനുകൾ ഇല്ലാതാക്കിയപ്പോൾ അവർക്ക് എന്ത് കിട്ടി? ഞാൻ മരിക്കും മുന്നേ എന്റെ കുഞ്ഞുങ്ങളെ കൊന്ന ഘാതകന്മാരെ കാണണമെന്ന് മാത്രമാണ് ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നത്. ഇനി അവരെ തൂക്കിക്കൊല്ലണം. ഒന്നും അറിയാത്ത 2 പിഞ്ചോമനകളെയാണ് അവർ കൊന്നത്. എനിക്കിനി കരയാൻ കണ്ണീരില്ല. ദിവിൽകുമാറിന്റെ കൂട്ടുകാരെന്ന് പറഞ്ഞാണ് ഞങ്ങളെ രാജേഷ് പരിചയപ്പെട്ടത്. എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാൻ മരുമകൻ പറഞ്ഞയച്ചു എന്നും പറഞ്ഞിരുന്നു. രാജേഷ് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനും എന്റെ മകളും ഒരുപാട് അപവാദങ്ങൾ കേട്ടിരുന്നു. പല ബന്ധുക്കളും ഞങ്ങളെ വിട്ടുപോയി. എത്ര പറഞ്ഞിട്ടും രാജേഷ് പോയിരുന്നില്ല. അണ്ണൻ ഇവിടെ നിൽക്കേണ്ടെന്നും ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നും മകൾ പലതവണ അവനോട് പറഞ്ഞു. ബലാത്കാരമായാണ് ആശുപത്രിയിൽ നിന്നും അവൻ ഞങ്ങൾക്കൊപ്പം വന്നത്. ഒരു ദിവസം ദിവിലിനെ കണ്ടുപിടിച്ചുവെന്നും കല്യാണം നടത്താമെന്നും പറഞ്ഞാണ് രാജേഷ് വീട്ടിലെത്തിച്ചത്. കുട്ടികളെയും രഞ്ജിനിയെയും അവൻ കൂടെ വിടാൻ പറഞ്ഞു. അയക്കില്ലെന്ന് ഞാനും വരില്ല എന്ന് മോളും പറഞ്ഞു. കുട്ടികളെ കുളിപ്പിച്ചു കിടത്തിയപ്പോൾ മറ്റൊരു ദിവസം രാജേഷ് അവിടെ എത്തി. കൊച്ചുങ്ങളെ കാണണമെന്ന് പറഞ്ഞു കുളിപ്പിച്ചു കൊണ്ടിരുന്ന പിള്ളേരിൽ ഒരെണ്ണത്തിനെ അവൻ കയ്യിൽ മേടിച്ചു. കുറെ നേരം അവൻ ആ കൊച്ചിനെ നോക്കി നിന്നു. അപ്പോഴേക്കും കൊച്ചിനെ കയ്യിൽ നിന്ന് മേടിക്കാൻ മകൾ പറഞ്ഞു. അതിനിടയിൽ അവൻ ഫോൺ കോൾ വന്നു. അന്നും കൊലപാതകത്തിന് പദ്ധതിയിട്ടെങ്കിലും നടന്നില്ല. അന്നേ ദിവസം അവൻ എന്നെ ബൈക്കിടിപ്പിച്ച് തെറിപ്പിക്കാൻ നോക്കി. ഞാൻ എന്തോ ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത്. ആ ദിവസം DNA ടെസ്റ്റ് ചെയ്യാനുള്ള പേപ്പർ വന്നിരുന്നു. ടെസ്റ്റ് നടത്തണമെന്ന് ദിവിലിന്റെ ബന്ധുക്കളോട് ഞാൻ പറഞ്ഞപ്പോൾ രാജേഷ് എന്നെ അടിക്കാൻ വന്നു. അന്നാണ് അവന്റെ യഥാർത്ഥ സ്വഭാവം എനിക്ക് മനസ്സിലായത്. പിറ്റേന്ന് ഞാൻ പഞ്ചായത്ത് ഓഫീസിൽ പോയപ്പോഴാണ് കൊലപാതകം നടക്കുന്നത് എന്നാണ് ശാന്തമ്മ പ്രതികരിച്ചത്. അഞ്ചൽ അലയമൺ രജനി വിലാസത്തിൽ രഞ്ജിനിയും അയൽവാസിയായ ദിവിൽ കുമാറുമായി അടുപ്പത്തിലായിരുന്നു. അവിവാഹിതരായ രഞ്ജിനി ഗർഭിണിയായതിനെ തുടർന്ന് വനിതാ കമ്മീഷനിൽ പരാതി നൽകിയിരുന്നു. കമ്മീഷണർ ദിവിൽ കുമാറിനോട് DNA ടെസ്റ്റിന് ഹാജരാകാൻ നിർദ്ദേശിച്ചു. ഇതിന് പിന്നാലെയാണ് കൊലപാതകം. ആദ്യം ക്രൈംബ്രാഞ്ചും പിന്നീട് CBIയും കേസ് ഏറ്റെടുത്തിരുന്നു. തൊട്ടു പിന്നാലെ ഇരുവരും ഒളിവിൽ പോയി. 18 വർഷത്തിനു ശേഷം പ്രതികളെ പിടികൂടുന്നതിൽ നിർണായകമായത് CBIക്ക് ലഭിച്ച രഹസ്യ വിവരമായിരുന്നു. 18 വർഷം മുമ്പുള്ള ഫോട്ടോ ടെക്നിക്കൽ ഇന്റലിജൻസ് രൂപമാറ്റം വരുത്തി പരിശോധിച്ചു. ഇതിന് ഫേസ്ബുക്കിൽ ഒരു വിവാഹ ഫോട്ടോയുമായി സാദൃശ്യമുണ്ടായി. വ്യാജവിലാസത്തിൽ വിഷ്ണു എന്ന പേരിൽ പോണ്ടിച്ചേരിയിൽ താമസിക്കുകയായിരുന്ന ദിവിൽ കുമാറിനെ കണ്ടെത്താൻ ഈ വിവരം നിർണായകമായി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.